ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദി അൺറീച്ച്ഡ് ഈഡൻ ടി വി ഒരുക്കുന്ന സെവന്ത് ഡേ അഡ്വൻറ്റിസ്റ്റ് സഭയുടെ സീനിയർ ശാം സ്കൂൾ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാം ഈ ആഴ്ചയിൽ 4ാമത്തെ പാഠമാണ് പഠിക്കുന്നത്. പാഠത്തിൻ്റെ ഹെഡിങ് ദൈവം വികാരാധീനനും മനസ്സലിവുള്ളവനും. 4ാമത്തെ പാഠം നാം ഇന്ന് ചർച്ച ചെയ്യുന്നു. പാഠത്തിൻ്റെ ഹെഡിങ് ദൈവം വികാരാധീനനും മനസ്സലിവുള്ളവനും. ഗോഡ് ഈസ് പാഷനേറ്റ് ആൻഡ് കമ്പാഷനേറ്റ്. ഗോഡ് ഈസ് പാഷനേറ്റ് ആൻഡ് കമ്പാഷനേറ്റ്. മനപ്പാഠവാക്യം യെശയ്യാവിൻ്റെ പ്രവചനം 49-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യമാണ് മനപ്പാഠവാക്യം. യെശയ്യാവിൻ്റെ പ്രവചനം 49-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. അതിപ്രകാരം പറയുന്നു: ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. യെശയ്യാവിൻ്റെ പ്രവചനം 49-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ദൈവം നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നു. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? ഒരു ചോദ്യചിഹ്നമാണ്. നമ്മോട് തന്നെ ചോദിക്കുകയാണ്. നാം തന്നെ അതിന് ഉത്തരം നൽകേണ്ടി വരും. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? കൂടാതെ അവൾ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അതും ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷെ ദൈവം പറയുന്നു, ആര് മറന്നാലും ആ സ്ത്രീ ആ കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുകയും പ്രസവിച്ച മകനെ മറന്നാലും ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല. അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ ദൈവം വികാരാധീനനും മനസ്സലിവുള്ളവനുമാണ്. മനോവികാരങ്ങളെക്കുറിച്ചാണ് ആമുഖത്തിൽ പറയുന്നത്. മനോവികാരങ്ങൾ പലപ്പോഴും മറ്റുള്ളവർ വീക്ഷിക്കുന്നതും ചില സമയത്ത് നമ്മുടെ മനോവികാരങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതുമാണ്. ലേഖകൻ പറയുന്നു, നാം എല്ലാവരും വികാരങ്ങൾക്ക് വിധേയപ്പെട്ടവരാണ്. പലപ്പോഴും കടിഞ്ഞാണിടാത്ത വികാരങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. നാം സമൂഹത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും കടിഞ്ഞാണിടാത്ത നിയന്ത്രണമില്ലാത്ത വികാരങ്ങളാണ് നാം പ്രകടിപ്പിക്കുന്നതെങ്കിൽ അത് പലപ്പോഴും വലിയ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇന്നത്തെ പാഠത്തിൽ ലേഖകൻ നമ്മോട് ചോദിക്കുന്നു, ദൈവത്തിന് ഇപ്രകാരം മനുഷ്യനെ പോലെ വികാരങ്ങളുണ്ടോ? അപ്പം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഒരു വികാരജീവിയായി മനഃശക്തിയെല്ലാം നൽകിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ലേഖകൻ നമ്മോട് ചോദിക്കുന്നു, ദൈവത്തിന് ഇപ്രകാരം വികാരങ്ങളുണ്ടോ? ബൈബിൾ പറയുന്നു, ദൈവത്തിനും മനുഷ്യനെ പോലെ വികാരങ്ങളുണ്ട്. പക്ഷേ മനുഷ്യനെ പോലെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത വികാരങ്ങളല്ല. ദൈവത്തിനുള്ളത് നിയന്ത്രിക്കുവാൻ കഴിയുന്ന വികാരങ്ങളാണ്. പലപ്പോഴും നമ്മുടെ വികാരങ്ങൾ മറ്റുള്ളവരുടെ ശ്രദ്ധ ലഭിക്കുവാൻ വേണ്ടി, പലതരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി പലതരത്തിൽ നമ്മുടെ വികാരങ്ങളെ വളരെ ദേഷ്യത്തിലും പല ഭാവത്തിലും നാം പ്രകടിപ്പിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വികാരം സത്യസന്ധമുള്ളതാണ്, അത് പ്യുവറാണ്, അത് സത്യസന്ധമുള്ളതാണ്, നേരുള്ളതാണ്. അപ്പോൾ നമ്മുടെ ദൈവത്തിനും വികാരങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ പാഠത്തിൽ പറയുന്നു, നമ്മുടെ ദൈവം വികാരാധീനനും കൂടാതെ നമ്മുടെ ദൈവം മനസ്സലിവുള്ളവനുമാണ്. ഈ മനോഹരമായ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ഞായറാഴ്ച പഠിക്കുന്ന ഹെഡിങ് ഒരു മാതാവിൻ്റെ സ്നേഹത്തിനും അപ്പുറം. ഞായറാഴ്ച പഠിക്കുന്ന ഹെഡിങ് ഒരു മാതാവിൻ്റെ സ്നേഹത്തിനും അപ്പുറം. മനുഷ്യജീവിതത്തിൽ നാം സാധാരണ നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു സ്നേഹമെന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹമാണ്, അല്ലേ? ഏറ്റവും അധികം സ്നേഹമെന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് തൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളോടുള്ള സ്നേഹമാണ്. ആ വികാരം നമുക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതാണ്. അത് ആഴമേറിയ വികാരമാണ്, ആഴമേറിയ സ്നേഹമാണ്. അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ പറയുന്നു, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന സ്നേഹം പോലെ തന്നെ ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള ആഴമേറിയ സ്നേഹത്തെക്കുറിച്ച് ഇന്നത്തെ പാഠം പഠിപ്പിക്കുന്നു. ഇവിടെ ലേഖകൻ പറയുന്നു, ആ സ്നേഹം
ഒരു മാതാവിൻ്റെ സ്നേഹത്തിനും അപ്പുറമാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ജനത്തോടുള്ള സ്നേഹമെന്ന് പറയുന്നത് ഒരു മാതാവിൻ്റെ സ്നേഹത്തിനും അപ്പുറമാണ്. അതുകൊണ്ടാണ് മനപ്പാഠവാക്യത്തിൽ നമ്മൾ പഠിച്ചത്, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? കൂടാതെ താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? പക്ഷെ ആര് മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ദൈവം പറയുകയാണ്, ആര് മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അതുകൊണ്ട് ഞായറാഴ്ചത്തെ പാഠത്തിൻ്റെ ഹെഡിങ് പറയുന്നത്, ഒരു മാതാവ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന സ്നേഹത്തിനും അപ്പുറമാണ് ദൈവത്തിൻ്റെതായ ജനത്തോടുള്ള സ്നേഹം. അതൊരു അലങ്കാര പ്രയോഗമായിട്ടാണ് ആ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത്. സങ്കീർത്തനം 103:13 പറയുന്നത്, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അല്ലേ? സങ്കീർത്തനം 103:13 പറയുന്നത്, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. കൂടാതെ സങ്കീർത്തനം 68 അധ്യായം 5-6 വാക്യങ്ങൾ, സങ്കീർത്തനം 68 അധ്യായം 5-6 വാക്യങ്ങൾ പറയുന്നു, ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു. ഇനി ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു, അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു. ഇപ്പോൾ ഇവിടെ പറയുന്നത്, ദൈവം അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനും, ഇനി കുടുംബത്തിൽ ഏകാകികളായി ജീവിക്കുന്നവർക്ക് ആ കുടുംബത്തിൽ സമാധാനത്തോടെ വസിക്കുവാൻ ദൈവം അവരെ അനുഗ്രഹിക്കുന്നു. കൂടാതെ ബദ്ധന്മാരെ വിടുവിച്ച് അവരെ സൗഭാഗ്യത്തിലാക്കുന്നു. അല്ലേ? വീണ്ടും മനപ്പാഠവാക്യത്തിൽ പഠിച്ചതുപോലെ യേശയ്യാവിൻ്റെ പ്രവചനം 49 അധ്യായം അതിൻ്റെ 15 വാക്യമാണ് നാം മനപ്പാഠവാക്യത്തിൽ പഠിച്ചത്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അല്ലേ? അപ്പോൾ അപ്പനമ്മമാർ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തെക്കാൾ ഉപരിയാണ് ദൈവം തൻ്റെ ജനത്തോട് കാണിക്കുന്ന സ്നേഹം എന്നിവിടെ പറയുന്നു. ലേഖകൻ അതിനെ വളരെ അലങ്കാര പ്രയോഗമായിട്ട് ഗർഭാശയ തുല്യമായ മാതൃസ്നേഹം എന്നിവിടെ പറയുന്നുണ്ട്. ഗർഭാശയ തുല്യമായ മാതൃസ്നേഹത്തിനും അപ്പുറമാണ് ദൈവത്തിൻ്റെ സ്നേഹം. അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെ കരുണയേക്കാളും ഒരു മാതാവ് നവജാത ശിശുവിനോട് കാണിക്കുന്ന സ്നേഹത്തേക്കാൾ അപ്പുറമായി താൻ പ്രസവിച്ച കുഞ്ഞിനോട് കാണിക്കുന്ന ഒരു മാതാവിൻ്റെ സ്നേഹത്തേക്കാൾ അപ്പുറമായി ദൈവം തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു. എങ്കിലും ഈ ജനത്തെക്കുറിച്ച് യെരമ്യാവിൻ്റെ പ്രവചനത്തിൽ പറയുന്നത്, യെരമ്യാവിൻ്റെ പ്രവചനം 31 അധ്യായം 20 വാക്യം, യെരമ്യാവിൻ്റെ പ്രവചനം 31 അധ്യായം 20 വാക്യം പറയുന്നു, എഫ്രൈം എൻ്റെ വാത്സല്യ പുത്രനോ ഓമന കുട്ടിയോ, ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും അവനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ സ്ഥായി തോന്നുന്നു, അതുകൊണ്ട് എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകുന്നു, ഞാൻ അവനോട് കരുണ കാണിക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. യെരമ്യാവിൻ്റെ പ്രവചനം 31 അധ്യായം 20 വാക്യം പറയുന്നത്, എഫ്രൈം എൻ്റെ വാത്സല്യ പുത്രനോ അല്ലെങ്കിൽ എഫ്രൈം എൻ്റെ ഓമന കുട്ടിയാണോ, ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും, യഹോവ പറയുകയാണ്, എഫ്രൈമിനെതിരെ ഞാൻ വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും അവനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ സ്ഥായി തോന്നുന്നു, അല്ലെങ്കിൽ അനുകമ്പ തോന്നുന്നു, ദയ തോന്നുന്നു, അതുകൊണ്ട് എൻ്റെ ഉള്ളം എഫ്രൈമിനെക്കുറിച്ച് ഓർത്ത് ഉരുകുന്നു, ഞാൻ അവളോട് കരുണ കാണിക്കും, ഞാൻ അവനോട് കരുണ കാണിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ദൈവത്തിൻ്റെ ഉടമ്പടി ലംഘിച്ചതായ ഇസ്രായേൽ ജനം, ദൈവത്തിനെതിരെ മത്സരിച്ചതായ ഇസ്രായേൽ ജനം, ദൈവത്തെ പലപ്പോഴായി ദുഃഖിപ്പിച്ച ഇസ്രായേൽ ജനത്തോട് പറയുന്നത്, അവൻ എൻ്റെ ഓമന കുട്ടിയാണ്, അവൻ എൻ്റെ വാത്സല്യ പുത്രനാണ്. ഇത്രമാത്രം ദൈവത്തെ നിന്ദിക്കുകയും ദൈവത്തെ പരിഹസിക്കുകയും ദൈവത്തെ ദുഃഖിപ്പിക്കുകയും ദൈവത്തിൻ്റെ ഉടമ്പടിക്കെതിരെ മത്സരിക്കുകയും ചെയ്തതായ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നീ എൻ്റെ വാത്സല്യ പുത്രനാണ്, നീ എൻ്റെ ഓമന കുട്ടിയാണ്, അതുകൊണ്ട് നീ എത്രമാത്രം എനിക്ക് വിരോധമായി സംസാരിച്ചാലും എൻ്റെ മനസ്സിൽ നിന്നോട് സ്ഥായി തോന്നുന്നു, അനുകമ്പ തോന്നുന്നു, ദയ തോന്നുന്നു, അതുകൊണ്ട് എൻ്റെ ഉള്ളം നീ മാറുന്തോറും, നീ എനിക്കെതിരെ മത്സരിക്കും തോറും എൻ്റെ ഉള്ളം നിന്നെക്കുറിച്ച് ഓർത്ത് ഉരുകുന്നു, അതുകൊണ്ട് ഞാൻ അവനോട് കരുണ കാണിക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മനസ്സലിവിൻ്റെ ആഴമേറിയ സ്നേഹം, ആ സ്നേഹമെന്ന് പറയുന്നത്
ഒരു മാതാവ് അവൾ പ്രസവിച്ച മകനോടോ മകളോടോ കാണിക്കുന്ന സ്നേഹത്തിനും അപ്പുറമാണ് എന്ന് ഞായറാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. തിങ്കളാഴ്ച പഠിക്കുന്ന ഹെഡിങ് ഹൃദയഭേദകമായ സ്നേഹം. ഹൃദയഭേദകമായ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം, ആഴമേറിയ സ്നേഹം നാം മനസ്സിലാക്കണമെങ്കിൽ ദൈവം ഹോശയോട് നൽകിയ അരുളപ്പാട് നാം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ചെറുപ്പക്കാരനായ പ്രവാചകനായ ഹോശയോട് പറയുകയാണ്, ഹോശയുടെ പ്രവചനം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, നീ പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കുക എന്ന് പ്രവാചകനായ ഹോശയോട് ദൈവം പറയുകയാണ്. നീ പരസംഗം ചെയ്യുന്ന ഒരു സ്ത്രീയെ, അല്ലേ, ഗോ ആൻഡ് മാരി എ പ്രോസ്റ്റിറ്റ്യൂട്ട്, പരസംഗം ചെയ്യുന്ന ഒരു സ്ത്രീയെ നിൻ്റെ ഭാര്യയായി സ്വീകരിക്കുക, അല്ലേ. അവിടെ നാം കാണുന്നത് അങ്ങനെ ആ പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാട് അനുസരിക്കുന്നു. പരസംഗം ചെയ്തതായ അല്ലെങ്കിൽ വേശ്യാസ്ത്രീയായ ഗോമറിനെ വിവാഹം കഴിക്കുന്നു. അതിൽ 3 കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. വീണ്ടും ആ സ്ത്രീ വീണ്ടും പഴയ ജീവിതത്തിൽ തന്നെ കടന്നു പോകുന്നു. അപ്പോഴൊക്കെയും ഇവിടെ 2-ാം അധ്യായം എൻ്റെ 6-ാം വാക്യം പറയുന്നത്, അതുകൊണ്ട് ഞാൻ നിൻ്റെ വഴിയെ മുള്ളുകൊണ്ട് വേലി കെട്ടി അടയ്ക്കും, അവൾ തൻ്റെ പാതകളെ കണ്ടെത്താതെ വണ്ണം ഞാനൊരു മതിലുണ്ടാക്കും. ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. അവൾ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തന്നെ കടന്നു പോവുകയാണ്. ഹോശയ തൻ്റെ ഭർത്താവായതിനു ശേഷവും വീണ്ടും അവൾ തൻ്റെ മോശമായ ജീവിതത്തിലേക്ക് അവൾ കടന്നു പോകുന്നു. അതുകൊണ്ട് ഞാൻ നിൻ്റെ വഴിയെ മുള്ളുകൊണ്ട് വേലി കെട്ടി അടയ്ക്കും, അവൾ തൻ്റെ പാതകളെ കാണാതെ വണ്ണം ഞാനൊരു മതിലുണ്ടാക്കും. എന്നിട്ട് ദൈവം ഹോശയോട് പറയുകയാണ്, നീ ആ വ്യഭിചാരിണിയായിരിക്കുന്ന സ്ത്രീയെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കുക. 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, നീ വ്യഭിചാരിയായിരിക്കുന്ന ആ സ്ത്രീയെ എന്തു ചെയ്യുക? സ്നേഹിച്ചു കൊണ്ടേയിരിക്കുക, അല്ലേ. അവിടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 11-ാം അധ്യായം എത്തുമ്പോൾ, ഹോശയുടെ പ്രവചനം 11-ാം അധ്യായം എത്തുമ്പോൾ അവിടെ വീണ്ടും പറയുന്നു, നീ ബാലനായിരുന്നപ്പോൾ, ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു, അവരെ വിളിക്കും തോറും അവർ അകന്നുപോയി, ബാൽ ബിംബങ്ങൾക്ക് അവർ ബലി കഴിച്ചു, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി, ഞാൻ എഫ്രൈമിനെ നടപ്പാൻ ശീലിപ്പിച്ചു, ഞാൻ അവരെ എൻ്റെ ഭുജങ്ങളിൽ എടുത്തു, എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കിയെന്ന് അവർ അറിഞ്ഞില്ല, അല്ലേ. ഗോമറിനെ പോലെ ഇസ്രായേൽ ജനത്തെ ഇവിടെ പറയുകയാണ്. ഗോമർ ഹോശയെ വിവാഹം ചെയ്തതിന് ശേഷം, പ്രവാചകനായ ഹോശയെ വിവാഹം ചെയ്തതിന് ശേഷം അവൾ വീണ്ടും പഴയ ആ മോശമായ ജീവിതത്തിലേക്ക് അവൾ കടന്നുപോയി. അതുപോലെ 11-ാം അധ്യായം എത്തുമ്പോൾ ഇസ്രായേൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവനെ ദൈവം സ്നേഹിച്ചു. മിസ്രൈമിൽ അവർ അടിമകളായിരുന്നപ്പോൾ അവരെ ദൈവം അവിടെ നിന്ന് വിളിച്ചിറക്കി. അവർ വിളിക്കും തോറും, മരുഭൂമിയിലായിരുന്ന സമയത്തും കനാൻ ദേശത്തായിരിക്കുന്ന സമയത്തും വിളിക്കും തോറും അവർ വിട്ട് അകന്നകന്ന് പോയി. കൂടാതെ ബാൽ ബിംബങ്ങൾക്ക് അവർ ബലി കഴിച്ചു, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. എന്നിട്ട് ഞാൻ ആ ജനത്തെ നടപ്പാൻ ശീലിപ്പിച്ചു, എൻ്റെ ഭുജങ്ങളിൽ അവരെ മാർവോട് ചേർത്ത് അണച്ചു, ഞാൻ അവരെ സൗഖ്യമാക്കി. എന്നിട്ടും അവർക്ക് എൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല, അല്ലേ. അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ 7-ാം വാക്യം 11-7, എൻ്റെ ജനം എന്നെ വിട്ട് പിന്തിരിവാൻ ഒരുങ്ങിയിരിക്കുന്നു, അവരെ മേലോട്ട് വിളിച്ചാലും ആരും നിവർന്ന് നിൽക്കുന്നില്ല എന്ന് പറയുന്നു. വീണ്ടും അതിൻ്റെ 8-ാം വാക്യം, 11-ാം അധ്യായം എൻ്റെ 8-ാം വാക്യം ലാസ്റ്റ് പറയുന്നത്, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മറിഞ്ഞുകൊള്ളുന്നു, എൻ്റെ അയ്യോഭാവമൊക്കെയും ജ്വലിക്കുന്നു, അല്ലേ. അത്രത്തോളം ഒരു വേദന അവിടെ കാണുകയാണ്. എത്രമാത്രം അവരെ സ്നേഹിച്ചിട്ടും ഹോശയുടെ ഭാര്യ ഗോമർ പഴയ ജീവിതത്തിലേക്ക് കടന്നു പോയതുപോലെ ഇവിടെ ഇസ്രായേൽ ജനം അത്രമാത്രം ദൈവം സ്നേഹിച്ചിട്ടും അവരെ നടക്കുവാൻ അവരെ ശീലിപ്പിച്ചു. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം മന്ന നൽകി, അവർക്ക് ആരോഗ്യം നൽകി, അവർക്ക് സൗഖ്യം നൽകി, മാറോട് ചേർത്ത് അണച്ചു. എന്നിട്ട് പോലും ദൈവത്തിൻ്റെ സ്നേഹത്തെ അവർക്ക് രുചിച്ചറിയുവാൻ കഴിഞ്ഞില്ല, അല്ലേ. അതുകൊണ്ട് ഈ സ്നേഹത്തെ അവർ തള്ളി മാറ്റിയിട്ട് ദൈവത്തെ അധികം ദുഃഖിപ്പിച്ചതായിട്ട് ഇവിടെ പറയുന്നു.
അതുകൊണ്ട് ഹോശേയുടെ പ്രവചനം 11-ാം അധ്യായത്തിൽ 8-ാം വാക്യം പറയുന്നത്, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മറിഞ്ഞുകൊള്ളുന്നു. അല്ലേ? അവിടെ ലേഖകൻ ചോദിക്കുന്നത്, വയറിളക്കത്തെക്കുറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ? വയറിളക്കം എന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വിഷമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അതുപോലെ ഒരു ഇളക്കം, വയറിളകുന്നത് പോലെ ഹൃദയത്തിനൊരിളക്കം. ഇവിടെ പറയുന്നു, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മറിഞ്ഞുകൊള്ളുന്നു. ഹൃദയം മറിയുകയാണ്. പല ചിന്തകളാൽ ഹൃദയം മറിഞ്ഞുകൊള്ളുന്നു. സ്ഥിരമായൊരു തീരുമാനമെടുക്കുവാൻ കഴിയാതെ ഹൃദയം ചഞ്ചലപ്പെടുന്നു. കൂടാതെ എൻ്റെ അയ്യോ ഭാവമൊക്കെയും ജ്വലിക്കുന്നു. എനിക്ക് അവരെക്കുറിച്ചുള്ള അയ്യോ ഭാവം അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള അനുകമ്പ ജ്വലിക്കുന്നു. അപ്പോൾ ദൈവം പറയുകയാണ്, എൻ്റെ ഹൃദയം മറിയുകയാണ്. എൻ്റെ ഹൃദയം എവിടെ പെരുമാറ്റം കണ്ടിട്ട്, അല്ലേ, എവരുടേതായ മത്സരം കണ്ടിട്ട്, ഇസ്രായേൽ ജനത്തിൻ്റെ മത്സരം കണ്ടിട്ട് എൻ്റെ ഹൃദയം മറിയുകയാണ്. കൂടാതെ ഹൃദയം മറിയും തോറും എനിക്ക് അവരോട് അയ്യോ ഭാവം തോന്നുന്നു, അനുകമ്പ തോന്നുന്നു. അല്ലേ? അതുകൊണ്ട് 14-ാം അധ്യായം, ഹോശേയുടെ പ്രവചനം 14-ാം അധ്യായത്തിൽ പറയുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചൊല്ലുക. ദൈവം വിളിക്കുകയാണ്, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചൊല്ലുക. നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപ വാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ എന്ന് പറയുക. അല്ലേ? അവരെ മടങ്ങി വരുവാൻ വിളിക്കുകയാണ്. കാരണം നമ്മുടെ ദൈവം നമ്മെ ഔദാര്യമായി സ്നേഹിക്കുന്നു. നമ്മുടെ ദൈവം നമ്മെ ഔദാര്യമായി സ്നേഹിക്കുന്നു. ഇവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ അനുഭവത്തെ പറയുന്നത്, അവർ ദൈവത്തിൽ നകന്നകന്നു പോകുന്നു. ഹോശേയുടെ ഭാര്യ ഗോമർ ദൈവത്തിൽ നകന്നകന്നു പോകുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ അത് സൂചിപ്പിക്കുകയാണ്. നാം ഓരോരുത്തരും ഓരോ ഗോമർമാരാണ്. ഹോശേയുടെ ഭാര്യ ഒരു വേശ്യാസ്ത്രീ എന്ന് നമ്മൾ പറഞ്ഞ പോലെ അവളെപ്പോലെ നാം ഒരു ഗോമർമാരാണ്. അവളെന്താ ചെയ്തത്? ഹോശേയ അധികം അവളെ സ്നേഹിക്കും തോറും അവൾ ഹോശയിൽ നിന്ന് അകന്ന് അവളുടെ പഴയ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു. ഇതാണ് നമ്മുടെയും ജീവിതത്തിൽ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ്. നമ്മൾ ഓരോ ഗോമർമാരാണ്. കാരണം ദൈവം എത്രമാത്രം നമ്മെ സ്നേഹിച്ചിട്ടും, ഹോശേയ എന്ന് പറയുന്നത് ദൈവത്തെ സൂചിപ്പിക്കുകയാണ്. ഗോമർ നാം ഓരോരുത്തരുമാണ്, ജനമാണ് ഗോമർ. ഹോശേയ ദൈവമാണ് എന്ന് അവിടെ നമ്മൾ അലങ്കാരത്തിൽ മനസ്സിലാക്കുന്നു. അപ്പോൾ ദൈവം എത്രമാത്രം നമ്മളെ സ്നേഹിച്ചിട്ടും ഗോമർ പോകുന്നത് പോലെ നാം ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ച് നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് തന്നെ കടന്നു പോകുന്നു. അല്ലേ? അതുകൊണ്ട് ദൈവം വീണ്ടും അവരെ വിളിക്കുകയാണ്. ഹൃദയഭേദകമായ സ്നേഹത്തിലൂടെ, ആഴത്തിലുള്ള സ്നേഹം, അല്ലേ, ആഴത്തിലുള്ള സ്നേഹത്തിലൂടെ ദൈവം ഒരു വീണ്ടും മടക്കി വിളിക്കുകയാണ്. അതാണ് ഹോശേയുടെ പ്രവചനം 14-ാം അധ്യായത്തിൽ പറഞ്ഞത്, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലുക. വീണ്ടും അവിടെ ആ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ വേണ്ടി 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു സംഭവം പറയുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ 2 വേശ്യാസ്ത്രീകൾ ശലോമോൻ ജ്ഞാനിയുടെ അടുക്കൽ ഒരു പരാതിയുമായി വന്നു. അല്ലേ? 2 വേശ്യാസ്ത്രീകളും പരാതി പറഞ്ഞതെന്ന് പറയുമ്പോൾ, ഞാൻ പ്രസവിച്ച് 3 ദിവസം കഴിഞ്ഞാണ് എവള് പ്രസവിച്ചത്. പക്ഷേ അവളുടെ കുഞ്ഞ് മരിച്ചുപോയി. ഇപ്പോൾ പറയുന്നു എൻ്റെ കുഞ്ഞ് അവളുടേതാണെന്ന്. അവിടെ ഒരു വലിയൊരു വഴക്കായി. അല്ലേ? ഇപ്പോൾ പറയുന്നു എൻ്റെ ജീവനുള്ള കുഞ്ഞ് അവളുടേതാണെന്ന് പറയുന്നു. ശലോമോൻ ജ്ഞാനിക്ക് ദൈവം ജ്ഞാനം നൽകിയത് നമുക്ക് ബൈബിളിലൂടെ നമുക്കറിയാൻ കഴിയുന്നു. അല്ലേ? ശലോമോൻ ജ്ഞാനി എന്താ ചെയ്തത്? ശലോമോൻ ജ്ഞാനി പറഞ്ഞു, ഒരു വാളെടുത്തുകൊണ്ട് വരിക. ദാസന്മാരോട് പറഞ്ഞു, പ്രജകളോട് പറഞ്ഞു, ഒരു വാളെടുത്തുകൊണ്ട് വരിക, നമുക്ക് ഈ ജീവനുള്ള കുഞ്ഞിനെ നമുക്ക് കൊന്നുകളയാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ യഥാർത്ഥ അമ്മ പറയുകയാണ്, ആ കുഞ്ഞിനെ കൊല്ലരുതേ, ആ കുഞ്ഞിനെ കൊല്ലരുതേ, അത് അവൾക്ക് തന്നെ നൽകുക. പക്ഷേ മറ്റേ സ്ത്രീ പറഞ്ഞു, നമുക്ക് പാതി വെച്ച് അറക്കാം, നമുക്ക് പകുതി എടുക്കാം എന്ന് മറ്റേ അമ്മ പറയുകയാണ്. പക്ഷേ യഥാർത്ഥ അമ്മ പറഞ്ഞു, ആ കുഞ്ഞിനെ ഒരിക്കലും കൊല്ലരുതേ. അല്ലേ? അതാണ് മനപ്പാഠവാക്യത്തിൽ പറയുന്നത്. എന്താണ്? ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കണ്ണതും. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ശലോമോൻ ജ്ഞാനിക്ക് യഥാർത്ഥ അമ്മയെ തിരിച്ചറിയുവാൻ കഴിഞ്ഞു. ഒരു യഥാർത്ഥ അമ്മ ഒരിക്കലും തൻ്റെ കുഞ്ഞിനെ മറക്കുകയില്ല, കരുണ തോന്നാതിരിക്കുകയില്ല. കൂടാതെ അവിടെ ഉൽപ്പത്തി പുസ്തകം 43-ാം അധ്യായത്തിൽ 30-ാം വാക്യത്തിൽ യോസഫ് തൻ്റെ സഹോദരനായ ബെന്യാമിനെ കാണുന്ന ഒരു രംഗം പറയുന്നുണ്ട്. ബെന്യാമിനെ കണ്ടിട്ട് വളരെയധികം കരഞ്ഞു. അവൻ്റെ വികാരം അവിടെ കാണിക്കുകയാണ്. ഹൃദയമിളകി, അനുകമ്പ ചൊരിഞ്ഞു. അല്ലേ? നേരത്തെ നമ്മൾ വായിച്ചതുപോലെ ഹൃദയം മറിഞ്ഞു, അയ്യോഭാവം തോന്നി. ബെന്യാമിനെ കണ്ടപ്പോൾ അയ്യോഭാവം തോന്നി. മുറിക്കകത്ത് പോയി യോസഫ് വളരെയധികം കരഞ്ഞു. അല്ലേ? അത് എങ്ങനെയുള്ള സ്നേഹമാണ്?
ഹൃദയഭേദകമായ സ്നേഹം, മറ്റുള്ളവരുടെ എല്ലാം വളരെ ആഴത്തിലുള്ള സ്നേഹം, അല്ലെ, നമുക്ക് വേദന ഉണ്ടാക്കുന്ന സ്നേഹം. അപ്പോൾ ഇവിടെ ദൈവം ജനത്തോട് കാണിച്ചതായ ആ സ്നേഹമാണ് ഹൃദയഭേദകമായ സ്നേഹം. ഹോശയോട് പറയുകയാണ്, നീ അവളെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കുക, അല്ലേ. നാം ഇന്ന് ഓരോ ഗോമറിനെ പോലെ പലപ്പോഴും ദൈവം നമ്മെ സ്നേഹിച്ചിട്ടും നാം ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോകുന്നു. അതുകൊണ്ട് യഹോവ വിളിക്കുകയാണ്, നീ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലുക, നിൻ്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുവാൻ, ആഴത്തിലുള്ള സ്നേഹം തിരിച്ചറിയുവാൻ തിങ്കളാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ക്രിസ്തുവിൻ്റെ മനസ്സലിവ്. ചൊവ്വാഴ്ചത്തെ ഭാഗം നാം പഠിക്കുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സലിവ്. ദൈവത്തിൻ്റെ മനസ്സലിവിനെ ചിത്രീകരിക്കുവാൻ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേക അലങ്കാര പ്രയോഗങ്ങൾ ബൈബിളിൽ പ്രതിപാദിക്കുന്നു. പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം നമ്മുടെ ശാംസ്കൂൾ പാഠത്തിൽ കൊടുത്തിട്ടുണ്ട്. പിതാവായ ദൈവത്തെ മനസ്സലിവുള്ള പിതാവും സർവശ്വാസവും നൽകുന്നവനും എന്ന് ചിത്രീകരിക്കുന്നു. കൂടാതെ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മുടെ ദൈവത്തെ കരുണാസമ്പന്നനെന്നും നമ്മെ സ്നേഹിച്ച മഹാസ്നേഹനിമിത്തം മാനവകുലത്തെ വീണ്ടെടുക്കുന്നവനെന്നും പൗലോസ് അപ്പോസ്തലൻ അവിടെ പ്രതിപാദിക്കുന്നു. കൂടാതെ പുതിയ നിയമത്തിൽ പലതരം ഉപമകളിൽ പിതാവിൻ്റെ മനസ്സലിവിനെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മനസ്സലിവിനെ വ്യക്തമായി പറയുന്നു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു ദാസൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവൻ്റെ കടത്തെ ഇളച്ചു കൊടുത്തു എന്നിവിടെ പറയുന്നു. കൂടാതെ ലൂക്കോസിൻ്റെ സുവിശേഷം 10:33 ആ ശമരിയക്കാരൻ ആ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. ആ ഉപമയിൽ കർത്താവ് പറയുന്നു. വീണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ അപ്പൻ ദൂരത്തു നിന്ന് വരുന്ന മകനെ കണ്ടിട്ട് അവനോട് മനസ്സലിഞ്ഞു. മുടിയനായ പുത്രൻ്റെ അനുഭവം, അല്ലേ. അപ്പോൾ അനേക ഉപമകളിൽ ക്രിസ്തുവിൻ്റെ മനസ്സലിവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സലിവിനെക്കുറിച്ച് അവിടെ ചിത്രീകരിക്കുന്നു. ഇവിടെ കർത്താവിൻ്റെ മനസ്സലിവിനെക്കുറിച്ച് പറയുന്ന അനേക വാക്യങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36-ാം വാക്യം, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36-ാം വാക്യം വായിക്കുന്ന, അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. വീണ്ടും മത്തായിയുടെ സുവിശേഷം 14:14 പറയുന്നത്, അവൻ വന്നു വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി, തൻ്റെ പരിശുദ്ധ ശുശ്രൂഷയിൽ തൻ്റെ രോഗികളെ സൗഖ്യമാക്കി എന്ന് പറയുന്നു. കൂടാതെ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യം 1:41 പറയുന്നു, യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി എന്ന് പറയുന്നു. വീണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, നൈൻ എന്ന പട്ടണത്തിൽ വിധവയുടെ മകൻ മരിച്ചുപോയി. പക്ഷേ അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് പറയുകയാണ്, കരയേണ്ട, എന്നിട്ട് മഞ്ചത്തിൽ തൊട്ട് ആ കുഞ്ഞിനെ അവിടെ ഉയർപ്പിക്കുന്നതായിട്ട് ഇവിടെ പറയുന്നു, അല്ലേ. വീണ്ടും മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 37-ാം വാക്യം പറയുന്നു, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിന് കീഴിൽ ചേർക്കും പോലെ നിൻ്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കും പോലെ തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് കൊള്ളുവാൻ, അല്ലെങ്കിൽ നിൻ്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ മനസ്സലിവിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, അല്ലേ. നമ്മുടെ കർത്താവ് മനസ്സലിവുള്ളവനാണ്, അല്ലേ. യേശു പലപ്പോഴും കണ്ണുനീർ വാർക്കുകയും വിലപിക്കുകയും ചെയ്തു എന്ന് പറയുന്നത്. ലാസറിൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ കർത്താവ് കണ്ണുനീർ വാർത്തു, അല്ലേ. കർത്താവിൻ്റെ മനസ്സലിവിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ പഴയ നിയമത്തിൽ ഒരു പക്ഷിയെക്കുറിച്ച് പറയുകയാണ്, കഴുകനെക്കുറിച്ച്, അല്ലേ. ആവർത്തന പുസ്തകം 32-ാം അധ്യായം
ആവർത്തന പുസ്തകം 32-ാം അധ്യായം 11-ാം വാക്യം പറയുന്നു, കഴുകൻ തൻ്റെ കൂട് അനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു എന്നിവിടെ പറയും. ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയ വിധങ്ങളെയാണ് പറയുന്നത്. എങ്ങനെയാണോ ഒരു കഴുകൻ തൻ്റെ ഉയർന്ന കൂടിനെ അണക്കിയിട്ട് കുഞ്ഞുങ്ങളെ പറക്കുവാൻ ശീലിപ്പിക്കുന്നത് പോലെ, പറക്കുവാൻ പഠിപ്പിക്കുന്നത് പോലെ, കർത്താവ് തൻ്റെ ചിറക് വിരിച്ച് ഇസ്രായേൽ ജനത്തെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു എന്നിവിടെ പറയുന്നു. അപ്പോൾ കഴുകൻ എങ്ങനെയാണോ തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കുവാൻ ശീലിപ്പിക്കുന്നത്, അതുപോലെ ഇസ്രായേൽ ജനത്തെ അവിടെ വഴി നടത്തി എന്നവിടെ പറയുന്നു. അപ്പോൾ അത്രമാത്രം ദൈവത്തിൻ്റെ മനസ്സലിവ്. എന്തുകൊണ്ട് 2 പത്രോസ് 3:9 പറയുന്നു? എന്തുകൊണ്ടാണ് ദൈവം ഇത്രമാത്രം മനസ്സലിവ് കാണിക്കുന്നത്? 2 പത്രോസിൻ്റെ ലേഖനം 3:9 പറയുന്നു, ആരും നശിച്ചു പോകാതെ എല്ലാവരും മനസ്സന്തരപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം ഇത്രമാത്രം മനസ്സലിവ് കാണിക്കുന്നത്. അപ്പോൾ ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ ക്രിസ്തു തൻ്റെ ജനത്തോട് കാണിക്കുന്നതായ മനസ്സലിവെന്ന് പറയുന്നതായ ഏറ്റവും ശ്രേഷ്ഠമേറിയ സ്വഭാവത്തെക്കുറിച്ച് ചൊവ്വാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് തീഷ്ണതയുള്ള ദൈവം. തീഷ്ണതയുള്ള ഒരു ദൈവം. നാം ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ പഠിച്ചു, നമ്മുടെ ദൈവം മനസ്സലിവുള്ളവനാണ്, അല്ലേ? എബ്രായ ഭാഷയിൽ ഈ മനസ്സലിവിന് കൊടുത്തിരിക്കുന്ന പദം എൽ രാം അം. എൽ രാം അം മനസ്സലിവിന് എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്ന പദം. കൂടാതെ ഇന്ന് പഠിക്കുന്നത്, ബുധനാഴ്ചത്തെ പാഠത്തിൽ പഠിക്കുന്നത്, നമ്മുടെ ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. തീഷ്ണതയുള്ള ദൈവമാണ്. അതിന് എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്ന പദം എൽ ഖ്വാന. എൽ ഖ്വാന. അപ്പോൾ നിൻ്റെ ദൈവമായ യഹോവ ഇവിടെ ആവർത്തന പുസ്തകത്തിൽ 4:24 തന്നെ പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 4:24 പറയുന്നു, നിൻ്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. തീഷ്ണതയുള്ള ദൈവം തന്നെ. നിൻ്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, തീഷ്ണതയുള്ള ദൈവം തന്നെ. അപ്പോൾ ബുധനാഴ്ചത്തെ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്, നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? തീഷ്ണതയുള്ള ഒരു ദൈവമാണ്, അല്ലേ? ഇവിടെ തന്നെ വീണ്ടും ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നത് 1 കൊരിന്ത്യർ 13-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. 1 കൊരിന്ത്യർ 13:4 സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മുടെ ദൈവം സ്പർദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ വിദ്വേഷം വെച്ച് പുലർത്തുന്നില്ല. സ്പർദ്ധിക്കുന്നില്ല എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മുടെ ദൈവം നമ്മെപ്പോലെ വിദ്വേഷം വെച്ച് പുലർത്തുന്നില്ല, അല്ലേ? ഇവിടെ 1 കൊരിന്ത്യർ 13-ാം അധ്യായം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് മൊത്തത്തിൽ അത് വായിക്കുന്നത്. അതുപോലെ 2 കൊരിന്ത്യർ 11:2 പറയുന്നത്, 2 കൊരിന്ത്യർ 11:2 പറയുന്നത്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോട് എരിയുന്നു. പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെക്കുറിച്ച്, കൊരിന്ത്യ സഭയോട് പറയുകയാണ്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോട് എരിയുന്നു. കാരണം പറയുന്നത്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദൈവം എരിയുന്നത്? ദൈവം എരിയുവാനുള്ള കാരണം കൊരിന്ത്യ സഭയോട് പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന നിങ്ങൾ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോകുവാൻ പാടില്ല. പഴയ ജീവിതത്തിലേക്ക് പോകുവാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഞാൻ എരിയുകയാണ്, അല്ലേ? ഞാൻ എരിവോടെ, ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു, അല്ലേ? ഇവിടെ ലേഖകൻ പറയുന്നത്, ഈ സ്പർദ്ധ എന്ന വാക്ക് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്, അല്ലേ? ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്ന പദങ്ങളൊക്കെ നമ്മൾ അവരുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ
ഈ വാക്കിനെ പല അർത്ഥത്തിൽ കാണാറുണ്ട്. സ്പർദ്ധിക്കുന്നില്ല, ദൈവം ഇവിടെ സ്പർദ്ധിക്കുന്നില്ല എന്ന് വെച്ചാൽ ദൈവം ഒരു ഭാര്യ വെച്ച് പുലർത്തുന്നത് പോലെ വിദ്വേഷം, ഭർത്താവിനോട് വെച്ച് പുലർത്തുന്ന പോലെ വിദ്വേഷം പുലർത്താറില്ല. അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് ഉള്ളിൻ്റെ ഉള്ളിൽ വിദ്വേഷം വെച്ച് പുലർത്തുന്നത് പോലെ ദൈവം ആരോടും ഒരു നാളും സ്പർദ്ധിക്കുന്നില്ല. അപ്പോൾ സ്നേഹത്തിന് എതിരെ ഉള്ള ഒരു രീതിയാണ് ഇവിടെ പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ ദൈവം നീതിയോടെ ആരെയും സ്പർദ്ധിക്കാതെ, ദൈവം സ്നേഹത്തോടെ നീതിയോടെ ആരെയും സ്പർദ്ധിക്കാതെ എപ്പോഴും നമ്മുടെ ദൈവം നല്ല രീതിയിൽ തന്നെയാണ്, ഒരു വിദ്വേഷവും ഉള്ളിൽ വെച്ച് പുലർത്താതെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ്, നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? തീഷ്ണതയുള്ള ദൈവമാണ്. എൽക്വാന, നമ്മുടെ ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. എന്തുകൊണ്ട് നമ്മുടെ ദൈവം തീഷ്ണതയുള്ള ദൈവമെന്ന് പറയുന്നു? കാരണം നമ്മുടെ ദൈവം ഒരിക്കലും ആരോടും വിദ്വേഷം വെച്ച് പുലർത്തുന്നില്ല. നമ്മുടെ ദൈവം ഒരിക്കലും ആരോടും വിദ്വേഷം വെച്ച് പുലർത്തുന്നില്ല, ആരെയും പ്രകോപിപ്പിക്കുന്നില്ല, ഒരു മനുഷ്യനെയും പ്രകോപിപ്പിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം പ്രത്യേകം വചനം പറയുന്നു, ദുഷ്ടരായ ആളുകളോട് ദൈവം പ്രതികരിക്കാറുണ്ട്. ദുഷ്ടരായ ആളുകളോട് ദൈവം പ്രതികരിക്കാറുണ്ട്. കാരണം നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. കാരണം നമ്മുടെ ദൈവം തീഷ്ണതയുള്ള ദൈവം തന്നെ. അതുകൊണ്ട് മനുഷ്യൻ വെച്ച് പുലർത്തുന്ന സ്പർദ്ധ ഒരിക്കലും ദൈവം വെച്ച് പുലർത്താറില്ല. ദൈവത്തിന് എല്ലാവരോടും ഇഷ്ടമാണ്. ദുഷ്ടന്മാരോട് ചില സന്ദർഭങ്ങളിൽ വികാരത്തോടെ തീഷ്ണതയോടുകൂടി തൻ്റെ കോപം ജ്വലിപ്പിക്കാറുണ്ട്. എങ്കിലും മനുഷ്യൻ വെച്ച് പുലർത്തുന്നത് പോലെയുള്ള വിദ്വേഷം ഒരിക്കലും ദൈവം വെച്ച് പുലർത്തുന്നില്ല. കാരണം ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹത്തിൻ്റെയും മനസ്സലിവിൻ്റെയും അനുകമ്പയുടെയും നന്മയുടെയും സ്വഭാവമാണ്. അത് നീതിയുടെ വിധത്തിലുള്ള സ്നേഹമാണ്. അതുകൊണ്ട് ബുധനാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു, നമ്മുടെ ദൈവം തീഷ്ണതയുള്ള ഒരു ദൈവമാണ്, അല്ലേ? ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ബഹുമാനിക്കുകയും ദൈവം മനസ്സലിവ് കാണിക്കുകയും അവരെ ആദരിക്കുകയും അവരോട് സ്നേഹം കാണിക്കുകയും ചെയ്യും. പക്ഷേ ദുഷ്ടന്മാരോട് ദൈവം പ്രതികരിക്കാറുണ്ട് എന്ന് ബുധനാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വ്യാഴാഴ്ചത്തെ ഭാഗം, അതിൻ്റെ ഹെഡിങ് മനസ്സലിവുള്ളവനും തീഷ്ണതയുള്ളവനും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിക്കുന്നത് പോലെ നമ്മുടെ ദൈവം മനസ്സലിവുള്ളവനും തീഷ്ണതയുള്ളവനും, അല്ലേ? ബൈബിളിൽ അനേക ഭാഗങ്ങളിൽ നമ്മുടെ ദൈവം മനസ്സലിവുള്ളവനും തീഷ്ണതയുള്ളവനുമാണെന്നുള്ള ആ വികാരത്തെ പ്രകടിപ്പിക്കുന്നു. അത് യേശു ക്രിസ്തുവിൽ ഏറ്റവും പ്രകടമായ ഒരു സ്വഭാവമാണ്. നമ്മുടെ കർത്താവ് മനസ്സലിവുള്ളവനും തീഷ്ണതയുള്ളവനുമാണ്. കാരണം അനേക വാക്യങ്ങളിൽ ദൈവം കനിവുള്ളവനാണെന്ന് പറയുന്നുണ്ട്. കൂടാതെ ജനത്തിൻ്റെ ദുഃഖങ്ങളിൽ നമ്മുടെ ദൈവം ആഴമായി വേദനിക്കുന്നവനാണെന്ന് പറയുന്നുണ്ട്. കൂടാതെ നമ്മുടെ ദൈവം അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് കേൾക്കുവാനും ഉത്തരമരുളുവാനും ആശ്വസിപ്പാനും എപ്പോഴും മനസ്സൊരുക്കമുള്ളവനാണെന്ന് പറയുന്നുണ്ട്, അല്ലേ? അതെല്ലാം നല്ല മനസ്സലിവിൻ്റെ സ്വഭാവമാണ്. തീഷ്ണതയുള്ള, എപ്പോഴും പെട്ടെന്ന് പ്രതികരിക്കുന്ന തീഷ്ണതയുള്ള ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവത്തെ അവിടെ സൂചിപ്പിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവത്തെ അവിടെ സൂചിപ്പിക്കും. അപ്പോൾ നമുക്ക് മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് എങ്ങനെ പ്രതിഫലിപ്പിക്കുവാൻ കഴിയും? മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ നമുക്ക് എങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തെ അവിടെ പ്രതിഫലിപ്പിക്കുവാൻ കഴിയും? 1 കൊരിന്ത്യർ 13-ാം അധ്യായം, എല്ലാവർക്കും അറിയാവുന്ന സ്നേഹത്തെക്കുറിച്ചുള്ള ആഴമേറിയ മർമ്മങ്ങൾ പറയുന്ന ഒരു അധ്യായമാണ് 1 കൊരിന്ത്യർ 13-ാം അധ്യായം. അതിൻ്റെ 4 മുതൽ 8 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ 13-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നത്, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം നേരത്തെ പറഞ്ഞതുപോലെ സ്പർദ്ധിക്കുന്നില്ല, സ്നേഹമിനെ നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ എപ്പോഴും സത്യത്തിൽ തന്നെ സന്തോഷിക്കുന്നു,
ഇനി സ്നേഹം എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, സ്നേഹമെല്ലാം സഹിക്കുന്നു. അല്ലേ? സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം, മനുഷ്യൻ്റെ സ്നേഹം പലപ്പോഴും ഉതിർന്നു പോകാറുണ്ട്, നശിച്ചു പോകാറുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹം ഒരു നാളും ഉതിർന്ന് പോകുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്, അത് എങ്ങനെ നമുക്ക് പ്രതിഫലിപ്പിക്കുവാൻ കഴിയും? എങ്ങനെ നമുക്കത് നമ്മുടെ ജീവിതങ്ങളിൽ പ്രതിഫലിപ്പിക്കുവാൻ കഴിയും? എങ്ങനെ നമുക്കത് ചെയ്യുവാൻ കഴിയും? ഇപ്പം ഇവിടെ പറയുന്നത്, നമുക്ക് തന്നെ ദീർഘക്ഷമയുള്ളവരും ദയയുള്ളവരും ആകുവാൻ 100% കഴിയുകയില്ല എന്ന് ലേഖകൻ തന്നെ പറയുകയാണ്. നമുക്ക് തന്നെ ദീർഘക്ഷമയുള്ളവരും ദയയുള്ളവരും ആകുവാൻ കഴിയുകയില്ല, അല്ലേ? പക്ഷെ നാം പലപ്പോഴും അസൂയുള്ളവരും ദുരഭിമാനികളും ധിക്കാരികളും സ്വയത്തെ സ്നേഹിക്കുന്നവരുമാണ്, അല്ലേ? പലപ്പോഴും നാം അങ്ങനെയുള്ള സ്വഭാവക്കാരാണ്. അസൂയുള്ളവരാണ്, ദുരഭിമാനികളാണ്, ധിക്കാരികളാണ്, സ്വയത്തെ സ്നേഹിക്കുന്നവരാണ്, അല്ലേ? നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സ്നേഹമുള്ളവർ എല്ലാം വിശ്വസിക്കുന്നു, അല്ലേ? സ്നേഹമുള്ളവർ എന്താ ചെയ്യുന്നത്? എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു, അല്ലേ? അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. ആഴമേറിയ സ്നേഹമുള്ളവർക്ക് മാത്രമേ എല്ലാം സഹിക്കുവാനും എല്ലാം പ്രത്യാശിക്കുവാനും എല്ലാം വിശ്വസിക്കുവാനും കഴിയുള്ളൂ. കാരണം ആ സ്നേഹം ഒരു നാളും ഉതിർന്ന് പോകുകയില്ല, അല്ലേ? അപ്പോൾ അത്തരം സ്നേഹം നമ്മുടെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കുവാൻ കഴിയുകയില്ല. നമുക്ക് ഉണ്ട് എന്ന് ചിലപ്പോൾ അഭിമാനിക്കാം. ചിലർക്ക് തോന്നും, എനിക്ക് ആ സ്നേഹമുണ്ട്, എനിക്ക് എല്ലാം സഹിക്കുവാനും എല്ലാം പൊറുക്കുവാനും എല്ലാം വിശ്വസിക്കുവാനും എല്ലാം പ്രത്യാശിക്കുവാനും കഴിയുമെന്ന് ചിലർക്ക് തോന്നിയേക്കാം. പക്ഷേ നമുക്ക് 100% അതിനോട് നീതി പുലർത്തുവാൻ കഴിയുകയില്ല. ഒരിക്കലും അത് കഴിയില്ല. അതുകൊണ്ട് ദൈവകൃപയിലും പരിശുദ്ധാത്മാ ശക്തിയിലും മാത്രമേ ഈ സ്നേഹം നമ്മുടെ ഇടയിൽ പ്രതിഫലിപ്പിക്കുവാൻ കഴിയൂ. ദൈവകൃപയിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും മാത്രമേ ഈ സമ്പൂർണമായ സ്നേഹത്തെ നമുക്ക് പ്രകടിപ്പിക്കുവാൻ കഴിയും. എങ്ങനെ? ഇവിടെ ലേഖകൻ പറയുന്നത്, ഒന്നാമതായി ഏറ്റവും അനുയോജ്യമായ പ്രതികരണം എന്ന് പറയുന്നത് ദൈവത്തെ നാം ആരാധിക്കുക. ഏറ്റവും അനുയോജ്യമായ നമ്മുടെ ജീവിതത്തിൽ വരേണ്ട പ്രതികരണം എന്ന് പറയുന്നത് ദൈവത്തെ നാം ആരാധിക്കുക. രണ്ടാമതായി മറ്റുള്ളവരോട് മനസ്സലിവോടും കരുണയോടും കൂടി സ്നേഹം കാണിക്കുക. മറ്റുള്ളവരോട് മനസ്സലിവോടും കരുണയോടും കൂടി നാം ദൈവസ്നേഹം കാണിക്കുക. 3, നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ നാം വെറുതെ ആശ്വാസപ്രദരാകരുത് എന്ന് പറയുകയാണ്. നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ വെറുതെ നാം ആശ്വാസപ്രദരാകരുത്, എന്നാൽ നാം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ നാം എപ്പോഴും ശ്രമിക്കണം എന്നിവിടെ പറയുന്നു. അവസാനമായി, ദൈവത്തിന് മാത്രമല്ലാതെ നമ്മുടെ ആരുടെയും ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്ന് നാം തിരിച്ചറിയണം. ദൈവത്തിന് മാത്രമേ നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ മാത്രമേ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയൂ എന്ന് നാം തിരിച്ചറിയണം. അത് നാം തിരിച്ചറിയുമ്പോൾ നാം എപ്പോഴും നല്ലതിനെ ഉയർത്തുകയും ഉള്ളിലെ പതിരുകളെ അസൂയ, പക, പിണക്കം, ഇങ്ങനെയുള്ള ഉള്ളിലെ പതിരുകളെ, സ്വയസ്നേഹത്തെയൊക്കെ നീക്കം ചെയ്യുകയും അങ്ങനെ നമ്മുടെ ഹൃദയം ശുദ്ധവും നിർമ്മലവുമായി തീരുകയും ഒരു പുതിയ ഹൃദയം ദൈവം നമുക്ക് ദാനമായി നൽകുകയും ചെയ്യും. അതിനുവേണ്ടി നാം ദൈവത്തോട് അപേക്ഷിക്കണമെന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് 1 തെസ്സലോനിക്കർക്ക് ലേഖനം 3-ാം അധ്യായം 1 തെസ്സലോനിക്കർ ലേഖനം 3-ാം അധ്യായം 12-13 വാക്യങ്ങൾ പൗലോസ് പറയുന്നു. 1 തെസ്സലോനിക്കർ ലേഖനം 3-ാം അധ്യായം 12-13 വാക്യങ്ങൾ പറയുന്നത്, എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിച്ച് കവിയുമാറാകട്ടെ. അല്ലേ? പൗലോസ് പറയാണ്, നമുക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ നിങ്ങൾ പരസ്പരമുള്ള സ്നേഹം കവിയുമാറാകട്ടെ. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനന്യരായി വെളിപ്പെടും വണ്ണം
നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് അല്ലേ. അപ്പോൾ ഇവിടെ അനന്യരായി എല്ലായ്പ്പോഴും കർത്താവ് വരുന്ന നാളിൽ വെളിപ്പെടും വണ്ണം നമ്മുടെ ഹൃദയത്തെ സ്ഥിരപ്പെടുവാൻ, വിശുദ്ധീകരിക്കപ്പെടുവാൻ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കൊണ്ട് പറയുകയാണ്, എപ്പോഴും നാം നല്ലതിനെ ഉയർത്തുകയും നമ്മുടെ ഉള്ളിലെ പതിരുകളെ നീക്കം ചെയ്യുകയും ചെയ്യുമെങ്കിൽ നമുക്ക് ദൈവം പുതിയൊരു ഹൃദയം നൽകി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്ക് ആ സമ്പൂർണ്ണ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുമെന്ന് വ്യാഴാഴ്ചത്തെ പാഠം പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ദൈവം മനസ്സലിവുള്ളവനും തീഷ്ണതയുള്ളവനുമാണ് എന്ന് വ്യാഴാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വെള്ളിയാഴ്ചത്തെ ഭാഗത്ത് എലൻ ജി വൈറ്റിൻ്റെ ലേഖനമായ തോട്ട്സ് ഫ്രം ദ മൗണ്ട് ഓഫ് ബ്ലെസ്സിങ് എന്ന പുസ്തകത്തിൽ പേജ് നമ്പർ 8-9 പേജുകളിൽ എലൻ ജി വൈറ്റ് തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ബൈബിളിലെ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്ന വചനം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ. ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. സ്നേഹത്തിൻ്റെ ഒരു യോഗ്യതയുമില്ല അല്ലേ. നമ്മൾ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നെഗളിക്കുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം സഹിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം പൊറുക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. അത് ദൈവത്തിൻ്റെ ആഴമേറിയ സ്നേഹമാണ്, ഹൃദയഭേദകമായ സ്നേഹമാണ്. ഹോശയിലൂടെ ദൈവം നൽകുന്ന ആ ജനത്തോടുള്ള സ്നേഹം അല്ലേ. അതുകൊണ്ട് ദൈവം നമ്മെ ആ സ്നേഹത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ്. യോഗ്യതയില്ലാതിരിക്കുന്ന നമ്മെ ദൈവം എന്ത് ചെയ്യാണ്? ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് നാം കഴിഞ്ഞകാല അനുഭവങ്ങളെ നാം ഒന്നും ഓർക്കണ്ട. എന്തൊക്കെയായി പോയാലും കഴിഞ്ഞകാല ജീവിതങ്ങളെ ഓർക്കണ്ട, കഴിഞ്ഞകാല വർത്തമാനകാലത്തെ ഓർക്കണ്ട. പലപ്പോഴും നമ്മുടെ വർത്തമാനകാലം നിരാശാജനകമായിരിക്കാം. നാം ഏത് സ്ഥിതിയിലായിരുന്നു എന്ന് നമുക്ക് മാത്രമേ അറിയൂ. പലപ്പോഴും നാം ബലഹീനരും നിരാശരും അല്ലേ, യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ജീവിതങ്ങൾ വളരെ മോശവുമായിരിക്കാം. പക്ഷേ എങ്കിലും കരുണാമയനായ നമ്മുടെ കർത്താവ് നമ്മെ വിളിക്കുകയാണ് അല്ലേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ. അവിടെ കർത്താവ് നമുക്ക് നൽകുവാനിരിക്കുന്ന വെള്ള വസ്ത്രത്തെ അവിടെ സൂചിപ്പിക്കുകയാണ് അല്ലേ. നമ്മെ നീതിയിൻ വസ്ത്രം കർത്താവ് ധരിപ്പിക്കും. എത്ര മോശമായ ജീവിതത്തിലൂടെ കടന്നു വന്നാലും നാം മടങ്ങി വരുമെങ്കിൽ, മാനസാന്തരപ്പെടുമെങ്കിൽ, നമ്മുടെ കുറവുകൾ ഏറ്റുപറയുമെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മുടെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട്, പാപി എന്ന എൻ്റെ സ്ഥാനം നമ്മുടെ കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കും. എന്നിട്ട് നമ്മുടെ കർത്താവ് പറയും, ഞാൻ അവൻ്റെ സ്ഥാനം ഏറ്റെടുത്തു, വഴിതെറ്റി നടക്കുന്ന ഈ പാപിയെ ഇനി നോക്കരുത്, നിങ്ങൾ എന്നെ നോക്കൂ. കർത്താവ് പറയുകയാണ്, കർത്താവിനെ നോക്കൂ, കൂടാതെ ആ പാപിയെ ഇനി നോക്കണ്ട, എന്നെ നോക്കുക. കാരണം സാത്താൻ എത്രമാത്രം നമ്മെ കുറ്റം വിധിച്ചാലും, സാത്താൻ എത്രമാത്രം വിരോധമായി ഉച്ചത്തിൽ നമ്മെ കുറ്റം വിധിച്ചാലും ആ പാപങ്ങൾക്കെല്ലാം പരിഹാരം ഏറ്റെടുത്തുകൊണ്ട്, ആ പഴിയെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി രക്തത്തിലൂടെ നമ്മെ വിലയ്ക്ക് വാങ്ങി ധൈര്യപ്പെടുത്തി നമ്മെ നിർത്തും എന്നിവിടെ പറയണം. എന്തൊരു മകൾ സ്നേഹമാണ് അല്ലേ, എന്തൊരു മകൾ സ്നേഹമാണ്. അതുകൊണ്ടാണ് മനപ്പാഠവാക്യത്തിൽ നമ്മൾ പഠിച്ചത്, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ അല്ലേ, ചോദ്യചിഹ്നമാണ്. കൂടാതെ താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ ഇന്ന് കാണുന്ന രീതി നമുക്കറിയാം. പലപ്പോഴും അമ്മമാർ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നതൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ കണ്ടിട്ടുണ്ട് അല്ലേ. അമ്മമാരങ്ങനെ ചെയ്യാറുണ്ട്, ചില പിതാക്കന്മാരത് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ബൈബിൾ പറയുന്നു, ആര് മറന്നു കളഞ്ഞാലും ദൈവം നമ്മെ ഒരു നാളും മറക്കുകയില്ല. ആ സ്നേഹത്തിലേക്ക് ദൈവം നമ്മെ വിളിക്കുകയാണ്. കാരണം നമ്മുടെ ദൈവം മനസ്സലിവുള്ളവനും അല്ലേ, തീഷ്ണതയുള്ളവനും അല്ലേ, ആഴമേറിയ ഒരു മാതാവിൻ്റെ സ്നേഹത്തിനും അപ്പുറം, ഒരു മാതാവ് നൽകുന്ന സ്നേഹത്തിനും അപ്പുറം നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഈ ആഴമേറിയ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മെ വിളിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതം എത്ര പരിസ്ഥിതി മോശമാണെങ്കിലും, എത്ര നിരാശാജനകമാണെങ്കിലും, എന്തൊക്കെ ജീവിതങ്ങളിലൂടെ നാം കഴിഞ്ഞ കാലത്തിൽ കടന്നു പോയാലും നാം മനം തിരിയുമെങ്കിൽ കർത്താവ് നമ്മെ നീതിയിൻ വസ്ത്രം ധരിപ്പിച്ച് നമ്മെ രക്ഷയിലേക്ക് നടത്തുമെന്ന് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കർത്താവ് നമ്മെ ഒരു നാളും മറക്കുകയില്ല. കാരണം ഇന്നത്തെ പാഠം പറയുന്നു, നമ്മുടെ ദൈവം വികാരാധീനനും മനസ്സലിവുള്ളവനുമാണ്.
ഈ പാഠം ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈഡൻ ടി വിക്കായി പ്രാർത്ഥിക്കുക, അനേകരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുക. ഇത് അനേകർക്ക് സാക്ഷ്യവും വെളിച്ചമായി തീരുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പാഠത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗ്ഗീയ പിതാവേ, തിരുനാമത്തിനായി സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. 2025 കർത്താവെ 3-ാമത്തെ ആഴ്ചയിൽ ദൈവസന്നിധി നിൽപ്പാൻ ഞങ്ങളെ സഹായിച്ചുവല്ലോ. തിരുനാമത്തിനായി സ്തോത്രം. നല്ല നല്ല ആത്മീയ പാഠങ്ങൾ പഠിക്കുവാൻ, കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കർത്താവിൻ്റെ നീതിയെക്കുറിച്ചും ഒക്കെ പഠിക്കുവാൻ കർത്താവ് നൽകിയ വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവെ, പലപ്പോഴും ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഗോമറിനെ പോലെ കർത്താവ് ഞങ്ങൾ കഴിഞ്ഞ കാല ജീവിതങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ദൈവം എത്രത്തോളം ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്നുവെന്ന് തിരിച്ചറിയുവാൻ ഇന്നത്തെ പാഠത്തിലൂടെ ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറന്നാലും, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനോട് കരുണ തോന്നാതിരുന്നാലും നമ്മുടെ കർത്താവ് നമ്മെ ഒരു നാളും ഉപേക്ഷിക്കില്ല, നമ്മെ മറന്നു കളയുകയില്ല എന്ന് പറയുന്നതായ ആ വലിയ സത്വാർത്ത ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ പഠിപ്പിച്ച കൃപകൾക്കായി സ്തോത്രം. പാഠം ശ്രദ്ധിച്ച മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇത് അനേകർക്ക് സാക്ഷ്യമായി തീരുവാൻ സഹായിക്കണം. ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ഇത് സാക്ഷ്യമായി തീരുവാൻ സഹായിക്കണം. വേദനയിലൂടെ, ഭാരത്തിലൂടെ, പ്രയാസത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന അനേകരുണ്ട് പിതാവേ. ഹൃദയങ്ങളെ ആരായുന്ന ദൈവം അവർക്ക് ആശ്വാസവും സമാധാനം നൽകണമേ. ചോദിക്കുന്ന കുറവുകളാണെങ്കിലും അധികമാകുന്ന നന്മകളാൽ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, പ്രാർത്ഥന കേൾക്കണം. പരിശുദ്ധനായ നല്ല പിതാവേ, ആമേൻ.